ഏതൊരു രാജ്യത്തെയും പോലെ അനേകം സേനാ വിഭാഗങ്ങൾ ഇറാനുമുണ്ട്. കരസേന, നാവികസേന, വ്യോമസേന. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാൻ്റെ കയ്യിലൊരു പൊൻതൂവലുണ്ട്, IRGC അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആൻഡ് കോർപ്സ്. ആരാണ് ഈ IRGC? എന്താണ് അവർ ചെയ്യുന്നത്? ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനിയെ അവരെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം രാജ്യത്തിൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ആയത്തുള്ള റൂഹുല്ല ഖാംനി സ്ഥാപിച്ചതാണ് IRGC. ഇറാൻ്റെ സാധാരണ സൈന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി IRGCയുടെ പ്രധാന ദൗത്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദർശങ്ങളും ഭരണവ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ്. ഏകദേശം 1,25,000 അംഗങ്ങളുള്ള ഈ സേന കര, നാവിക, വ്യോമ വിഭാഗങ്ങളായി തിരിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ 90,000-ലധികം സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. IRGCയുടെ പ്രവർത്തനങ്ങൾ ഇറാനിലുടനീളം വിപുലമാണ്. രാജ്യത്തിനകത്ത് വിദേശ ഇടപെടലുകളും ആഭ്യന്തര കലാപങ്ങളും തടയുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഖുദ്സ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന അവരുടെ വിദേശ ഓപ്പറേഷൻ വിഭാഗവും IRGCയുടെ നിയന്ത്രണത്തിലാണ്. ഖുദ്സ് ഫോഴ്സ്, ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്ക് പരിശീലനവും ആയുധങ്ങളും ധനസഹായവും ഇവർ നൽകുന്നുണ്ട്. അസമമായ യുദ്ധതന്ത്രങ്ങളും രഹസ്യ ഓപ്പറേഷനുകളും IRGCയെ ഒരു ശക്തമായ ആഗോള ശക്തിയാക്കി മാറ്റുന്നു. എന്നാൽ IRGCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനിയെ സംരക്ഷിക്കുക എന്നതാണ്. IRGC നേരിട്ട് ഖാംനിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഒരു പ്രത്യേക സുരക്ഷാ വിഭാഗം അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ വിഭാഗമാണ് ആഭ്യന്തര വിദേശ ഭീഷണിയിൽ നിന്ന് ഖാംനിയെ സംരക്ഷിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. 2022 IRGCയുടെ ന്യൂക്ലിയർ സെൻ്ററുകളുടെ സംരക്ഷണത്തിനായുള്ള കമാൻഡ് എന്ന പുതിയ വിഭാഗം പോലും ആരംഭിച്ചിട്ടുണ്ട്. ഇത് അവരുടെ സുരക്ഷാശേഷി ഇറാനിൽ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഖാംനിയുടെ സുരക്ഷയ്ക്കായി IRGC അത്യാധുനിക രഹസ്യാന്വേഷണ സംവിധാനങ്ങളും പ്രത്യേകം പരിശീലനം ലഭിച്ച ഗാർഡുകളെ ഉപയോഗിക്കുന്നുണ്ട്. വിദേശ ഏജന്റുമാരുടെ ഗൂഢാലോചനകൾ തടയാൻ IRGCയുടെ ഇൻ്റലിജൻസ് വിഭാഗം നിരന്തരം നിരീക്ഷണം നടത്തുന്നു. 2025 ജൂണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ IRGCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെങ്കിലും ഖാംനിയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. IRGCയുടെ കർശനമായ ശൃംഖലാഘടനയും ഖാംനിയോടുള്ള അവരുടെ അചഞ്ചലമായ വിശ്വസ്തതയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ അഭേദ്യമാക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.